എക്സ് റിവേഴ്സിബിൾ വൈ റിയാക്ഷൻ ഈസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം വെൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട് മക്കളെ. എക്സ് എന്ന് പറയുന്ന റിയാക്റ്റന്റ് വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. പക്ഷേ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആരോ നിങ്ങൾ കണ്ടല്ലോ, നമ്മളെ ഫോണിലേക്ക് മൊബൈൽ ഡേറ്റയുടെ സൈനില്ലേ, അത് തിരിച്ചിട്ട പോലെ ഉണ്ട് ഇല്ലേ. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സിബിൾ റിയാക്ഷനിന്റെ പ്രത്യേകത ഒരേ സമയം തന്നെ എക്സ് വൈ ആയിട്ട് മാറുന്നുണ്ട്, അതേ സമയം തന്നെ വൈ തിരിച്ച് എക്സ് ആയിട്ടും മാറുന്നുണ്ട്. ഇതാണ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. എങ്കിൽ എപ്പോഴാണ് ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് ടു വൈ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ ടു എക്സ്. എക്സ് വൈ ആയിട്ട് മാറുന്നത് ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ, വൈ എക്സ് ആയിട്ട് തിരിച്ചു മാറുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ, എപ്പോഴാണോ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ അളവിൽ നടക്കുന്നത്, ഈ ഒരു അവസ്ഥയല്ലേ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് ടു y is becomes equal to the rate of change of y to x in the system. Okay, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ അളവിൽ നടക്കുമ്പോൾ ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. ആൻഡ് ഇക്വിലിബ്രിയം ഈസ് ഓൾവേസ് ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇക്വിലിബ്രിയം എപ്പോഴും എന്താണ്? ഡൈനാമിക് ആണ്. അതായത് അവിടെ ഒരേ സമയം തന്നെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. ഒന്നും നടക്കാതെ വെറുതെ ഇരിക്കുവാണ് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ 4-ലുണ്ട്. സോ ഓപ്ഷൻ 4 ഇസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റോൾ ഓഫ് കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ്. എന്താണ് കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ചെയ്യുന്നത്? മക്കളെ, നമ്മൾ ഇവിടെ പറയുന്നത് റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷനുകളുടെ കേസാണ്. ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷന്റെ കേസിൽ നമുക്ക് പറയാം, പൊതുവെ കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്താ ചെയ്യുന്നത്? ആരെ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്? സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ആൾട്ടർ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ഡയറക്ട്ലി ഇൻവോൾവിംഗ് ഇൻ ഇറ്റ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നേരിട്ട് പങ്കെടുക്കാതെ അതിന്റെ റേറ്റ്, സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ കഴിവുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ കാറ്റലിസ്റ്റുകൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ റിയാക്ഷനിൽ നേരിട്ട് പങ്കെടുക്കില്ല, പക്ഷെ അതിന്റെ റേറ്റ് കൂടാനോ കുറയാനോ സഹായിക്കുന്നു. എന്നാൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷനുകളുടെ കേസിൽ നമുക്ക് പറയാം, കാറ്റലിസ്റ്റ് എന്താ ആ റിയാക്ഷനിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് അവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ സിസ്റ്റം പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയത്തിലെത്താൻ ആര് സഹായിക്കും? കാറ്റലിസ്റ്റ് സഹായിക്കും. ഒരു റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷനെ പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയത്തിലെത്താൻ ആര് സഹായിക്കും? കാറ്റലിസ്റ്റ് സഹായിക്കും. അപ്പൊ നമുക്ക് പറയാം, ടു ഹെൽപ്പ് അറ്റൈൻ ഇക്വിലിബ്രിയം ഇൻ എ ഷോർട്ട് ടൈം. വളരെ പെട്ടെന്ന് തന്നെ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ ആര് സഹായിക്കുന്നു? കാറ്റലിസ്റ്റ് സഹായിക്കുന്നു. ഇതാണ് ഒരു റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷണൽ കാറ്റലിസ്റ്റിന്റെ ജോലി. അത് കറക്റ്റ് ആയിട്ട് പറയുന്ന ഓപ്ഷൻ 1 ഉണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകൾ നോക്കിയേ. ടു അഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അല്ല. ടു ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ഇൻ സച്ച് എ വേ സോ ആസ് ടു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് അല്ല. കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? റിയാക്ഷൻ പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയത്തിൽ എത്താൻ സഹായിക്കുന്നു. സോ ഓപ്ഷൻ 1 ഈസ് അവർ ആൻസർ. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. 8 gram ഓഫ് ഹൈഡ്രജൻ ഈസ് പ്രസന്റ് ഇൻ എ വെസൽ ഓഫ് 1 liter കപ്പാസിറ്റി. ഫൈൻഡ് ഔട്ട് ദി ആക്റ്റീവ് മാസ് ഓഫ് ഹൈഡ്രജൻ. ദ ആക്റ്റീവ് മാസ്, നമ്മൾ ഈ പാഠത്തിലെ ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ടേം ആണ് ആക്റ്റീവ് മാസ് എന്ന് വെച്ചാൽ. അപ്പൊ എന്താണ് ആക്റ്റീവ് മാസ് എന്ന് മക്കളെ നമ്മൾ മനസ്സിലാക്കണം. ദാ ഇത്രയേ ഉള്ളൂ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആക്റ്റീവ് മാസ്. റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്റ്റീവ് മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെയാണ്? റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്റ്റീവ് മാസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഈ ആക്റ്റീവ് മാസ് റെപ്രസെന്റ് ചെയ്യുന്നത് മോൾ പെർ ലിറ്ററിലായിരിക്കും. എങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? മോൾ പെർ ലിറ്ററിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് 8 gram ഹൈഡ്രജൻ ഈസ് പ്രസന്റ് ഇൻ എ വെസൽ ഓഫ് 1 liter കപ്പാസിറ്റി. 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു പാത്രത്തിൽ 8 gram ഹൈഡ്രജൻ ഇരുന്നാൽ അതിന്റെ ആക്റ്റീവ് മാസ് എത്ര? മക്കളെ, നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആക്റ്റീവ് മാസ് ഓഫ് ഹൈഡ്രജൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ഡെസിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ലിറ്റർ.
ഓക്കെ, ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം. ഹൈഡ്രജന്റെ ഗിവൺ മാസ് 8 ആണെന്ന് അറിയാലോ. ഇനി മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇവിടെ ഹൈഡ്രജൻ H2 ഡയറ്റോമിക് ഹൈഡ്രജൻ അല്ലേ തന്നിരിക്കുന്നത്, അതിന്റെ മോളിക്കുലർ മാസ് എത്രയാ 2. അപ്പൊ നമുക്ക് അത് ചെയ്താൽ 8/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അവരുടെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വെസലാണല്ലോ, അപ്പൊ വോളിയം നമുക്ക് ലിറ്ററിലെ 1 എന്ന് എഴുതി കൂടെ, അങ്ങനെ നമുക്ക് 8/2 അല്ലെങ്കിൽ 4 മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. വളരെ എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അപ്പൊ 4 മോൾ പെർ ലിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 2-ലുണ്ട്. സോ മക്കളെ 8 ഗ്രാം ഹൈഡ്രജൻ 1 ലിറ്റർ പാത്രത്തിൽ ഇരുന്നാൽ ഹൈഡ്രജന്റെ ആക്റ്റീവ് മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 8/2 നമ്പർ ഓഫ് മോൾസ് കിട്ടി, /1 വോളിയം ചെയ്തു, നമുക്ക് 4 മോൾ പെർ ലിറ്റർ എന്ന് കിട്ടി. 4 ഓപ്ഷൻ 2-ലുണ്ട്. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താ? കാൽക്കുലേറ്റ് ദ ആക്റ്റീവ് മാസ് ഓഫ് 40 ഗ്രാം ഓഫ് സോഡിയം ക്ലോറൈഡ്. 40 ഗ്രാം NaCl സോഡിയം ക്ലോറൈഡിനെ തന്നിട്ടുണ്ട്. ഇതിന്റെ ആക്റ്റീവ് മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരെ 40/58.5 സോഡിയം ക്ലോറൈഡിന്റെ മോളിക്കുലർ മാസ് ഒക്കെ എടുക്കാൻ നിൽക്കും. പക്ഷെ അവിടെയാണ് അവർ നിങ്ങൾ പറ്റിക്കുന്നത്. ശ്രദ്ധിച്ചോ, ആക്റ്റീവ് മാസ് ഓഫ് പ്യുവർ സോളിഡ് ആൻഡ് പ്യുവർ ലിക്വിഡ്, പ്യുവർ സോളിഡിൻ്റെയും പ്യുവർ ലിക്വിഡിൻ്റെയും ആക്റ്റീവ് മാസ് യൂണിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ 1 മോൾ പെർ ലിറ്റർ ആയിരിക്കും. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഒരു പ്യുവർ സോളിഡ് ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? താഴെ അതിൻ്റെ സ്റ്റേറ്റ് നോക്ക്, S എന്നല്ലേ കിടക്കുന്നത്, അത് സോളിഡ് ആണ്. അപ്പോൾ ഇയാളുടെ ആക്റ്റീവ് മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇയാളുടെ മാസ് ഗിവൺ മാസ് എത്ര വേണമല്ലോ ആയിക്കോട്ടെ, ഇതൊരു പ്യുവർ സോളിഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്റ്റീവ് മാസ് എത്രയായിട്ട് എടുക്കണം? യൂണിറ്റി ആയിട്ട് എടുക്കണം. 1 മോൾ പെർ ലിറ്റർ ആയിട്ട് എടുക്കണം. 1 മോൾ പെർ ലിറ്റർ ഓപ്ഷൻ 2 ണ്ട്. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. If 3 unreactive gases have partial pressures PA, PB and PC and their moles are 1, 2 and 3 respectively, then their total pressure will be. മക്കളെ ഒരു പാത്രം, ആ പാത്രത്തിൽ 3 ഗ്യാസുകൾ നിറച്ച് വെച്ചിരിക്കുന്നു. A, B, C 3 ഗ്യാസുകൾ നിറച്ച് വെച്ചിരിക്കുന്നു. ഈ ഗ്യാസുകളുടെ പ്രത്യേകത പറയുന്നത് 3 അൺറിയാക്റ്റീവ് ഗ്യാസസ്, തമ്മിൽ റിയാക്ട് ചെയ്യാത്ത 3 ഗ്യാസുകളാണ് എങ്കിൽ അവരുടെ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? ഇങ്ങനെ മിക്സ്ചർ ഓഫ് അൺറിയാക്റ്റീവ് ഗ്യാസുകളുടെ കേസിൽ അവരുടെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലോ ഉണ്ട്. ലോയുടെ പേര് നിങ്ങൾ പഠിച്ചുകൊണ്ട്, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസുകളിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് മാത്രം കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണ്. എങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഈ തന്നിരിക്കുന്ന ഗ്യാസുകളുടെ ടോട്ടൽ പ്രഷർ, ഗ്യാസുകൾ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദ ഗിവൺ ഗ്യാസസ്. എയുടെയും ബിയുടെയും സിയുടെയും പാർഷ്യൽ പ്രഷറുകളുടെ സം എടുത്താൽ മതി. ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ പറയുന്നത്. ദ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് by a mixture of non-reactive gases will be equal to the sum of partial pressures of individual gases at constant temperature. Constant temperatureൽ ഒരു കൂട്ടം ഗ്യാസുകൾ തമ്മിൽ റിയാക്ട് ചെയ്യാത്ത ഒരു കൂട്ടം ഗ്യാസുകൾ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എങ്ങനെയായിരിക്കും? ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷറിന്റെ സം ആയിരിക്കും. ഇത് പറയുന്ന ലോയാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അപ്പൊ ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? PA + PB + PC എന്ന് പറയുന്ന ഓപ്ഷൻ എ നമ്മൾ നോക്കിക്കേ. ഓപ്ഷൻ 1 നമുക്ക് കാണാൻ പറ്റത്തില്ലേ? സോ നമുക്ക് ടോട്ടൽ പ്രഷർ P = PA + PB + PC എന്ന് പറയാം. അത് കറക്റ്റ് ആയിട്ട് പറയുന്ന ഓപ്ഷൻ 1 ഉണ്ട്. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. Pressure of a mixture of 4 gram of oxygen and 2 gram of hydrogen confined in a bulb of 1 liter at 0 degrees Celsius is. ഒരു ബൾബുണ്ട്, ആ ബൾബിന്റെ വോളിയം 1 ലിറ്റർ ആണ്. അതിനകത്ത് അതിരിക്കുന്ന ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനകത്ത് മിക്സ്ചർ ഓഫ് ഗ്യാസുകൾ ഓക്സിജനും 4 ഗ്രാം ഓക്സിജനും 2 ഗ്രാം ഹൈഡ്രജനും ഉണ്ട് എങ്കിൽ അതിൻ്റെ പ്രഷർ, ടോട്ടൽ പ്രഷർ എത്രയാണ്? നമുക്കത് കണ്ടുപിടിക്കുക എളുപ്പമാണ്. ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. NO2 നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്സിജന്റെ ഗിവൺ മാസ് തന്നിട്ടുണ്ട് 4 ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ മോളിക്കുലർ മാസ് 32. O2 ആണേ 32 എന്ന് എടുക്കണം കേട്ടോ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര എന്ന് കിട്ടും? 1/8 എന്ന് കിട്ടും ഇല്ലേ? 1/8 എത്രയാ? 0.125 അല്ലേ? അത്രയും മോളെന്ന് കിട്ടി.
ഓക്കെ ആണോ? ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാം. NH2 എത്രയാ? NH2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗിവൺ മാസ് 2 ആണെന്നറിയാം. ഹൈഡ്രജൻ H2 അല്ലേ, മോളിക്കുലർ മാസ് 2 ആണ്, അതായത് 1 മോൾ എന്ന് കിട്ടി. എങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. N ടോട്ടൽ എന്താ ഇതാ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ചെയ്താൽ പോരെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എത്രയാ? 0.125 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എത്രയാ? 1 ചെയ്യുമ്പോൾ മക്കളെ നമുക്ക് 1.125 അത്രയും മോൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതുപോലൊരു ഇക്വേഷൻ പഠിച്ചുകൊണ്ട്, ഇക്വേഷന്റെ പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ പറയുന്നത്? PV ഈക്വൽ ടു NRT. PV ഈക്വൽ ടു NRT എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. P ഈക്വൽ ടു NRT ഡിവൈഡഡ് ബൈ V ചെയ്താൽ പോരെ. N നമ്പർ ഓഫ് മോൾസ് ആണെന്നറിയാം, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണെന്നറിയാം, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണെന്നറിയാം, V വോളിയം ആണെന്നറിയാം. എങ്കിൽ മക്കളെ N നമുക്കറിയാലോ 1.125 ആണ്. R-ന്റെ വാല്യൂ എത്രയാ? 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. ഈ വാല്യൂ എടുക്കുന്നു. ടി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. കെൽവിനിലോട്ട് മാറ്റുമ്പോൾ എത്ര കിട്ടും? 273 കെൽവിൻ എന്ന് കിട്ടും. വോളിയം തന്നിട്ടുണ്ട്, 1 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? എങ്കിൽ നമുക്ക് പ്രഷർ P കണ്ടുപിടിക്കാം. എന്തായത്? N 1.125 ഇൻറ്റു R 0.0821 ഇൻറ്റു T എത്രയാ? 273 ഡിവൈഡഡ് ബൈ വോളിയം എത്രയാ? 1 അല്ലേ? മക്കളെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 25.184 അത്രയും അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടും. ഇവിടെ പ്രഷറിന്റെ വാല്യൂ എന്തില്? അറ്റ്മോസ്ഫിയറിൽ തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ R-ന്റെ വാല്യൂം അറ്റ്മോസ്ഫിയറിലുള്ള വാല്യൂ എടുത്തത്. 25.184 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓപ്ഷൻ 1-ൽ കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? കിട്ടിയില്ലേ? എളുപ്പമുള്ള ഒരു ചോദ്യമല്ലായിരുന്നോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വിലിബ്രിയം ഇക്വേഷൻ Kp ഈസ് ഗ്രേറ്റർ ദാൻ Kc? മക്കളെ Kp ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷർ. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആളുകളുടെ കേസിൽ നമ്മൾ Kp ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. പാർഷ്യൽ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷറിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. Kc എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ. അക്വ സ്റ്റേറ്റിലും ഒക്കെ ഇരിക്കുന്ന ആളുകളുടെ കേസിൽ നമ്മൾ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ആയിരിക്കും. എങ്കിൽ ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു ഡെൽറ്റ n. ഇതല്ലേ ഇക്വേഷൻ? Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു ഡെൽറ്റ n. മക്കളെ ഇവിടെ ഡെൽറ്റ n എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. എങ്ങനെയാ ഡെൽറ്റ n കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് moles of gaseous reactants. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ് ചെയ്താൽ മതി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അതും പറയാം. എപ്പോഴെങ്കിലും ഒരു ഇക്വേഷന്റെ കേസിൽ ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം Kp ഈക്വൽ ടു Kc. ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ Kp ഈക്വൽ ടു Kc. മക്കളെ ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം Kp ഗ്രേറ്റർ ദാൻ Kc. ഡെൽറ്റ n ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം Kp ലെസ് ദാൻ Kc. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ? അപ്പൊ ഈ ഒരൊറ്റ കാര്യം ഓർത്ത് വെച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് വേണ്ടത് എന്താ? Kp ഗ്രേറ്റർ ദാൻ Kc അല്ലേ? Kp ഗ്രേറ്റർ ദാൻ Kc കിട്ടണമെങ്കിൽ ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. മക്കളെ നമ്മൾ തന്നിരിക്കുന്ന ഓരോ ഇക്വേഷന്റെ കേസിൽ ഓരോ ഓപ്ഷന്റെ കേസിലും ഡെൽറ്റ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്താ ഇവിടുത്തെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയാ? 2 + 1 3 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് എത്രയാ? 2. 1 എന്ന് കിട്ടിയില്ലേ? ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ 0 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് നോക്കടാ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയാ? ഡെൽറ്റ n കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 1
മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 2 ചെയ്തപ്പോൾ എത്ര എന്ന് വന്നു -1 എന്ന് വന്നു. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. ദാ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് ഡെൽറ്റ n കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയാ 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 1 + 1 2 ചെയ്യുമ്പോൾ എത്ര എന്ന് കിട്ടി 0 എന്ന് കിട്ടി. നാലാമത്തെ ഓപ്ഷന്റെ കേസിൽ നോക്കിയാലോ ഡെൽറ്റ n ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 4 -2 എന്നും കിട്ടി. മക്കളെ നമുക്ക് വേണ്ടത് കെ പി ഗ്രേറ്റർ ദാൻ കെ സി ഏത് കേസിലാണെന്നാ. കെ പി ഗ്രേറ്റർ ദാൻ കെ സി ആകണമെങ്കിൽ ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആവുന്ന ഒന്നാമത്തെ കേസിലല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ കേസിൽ തന്നിരിക്കുന്ന ഇക്വേഷനുകളുടെ കേസിൽ എപ്പോഴാണ് കെ പി ഗ്രേറ്റർ ദാൻ കെ സി ആകുന്നത്? ഡെൽറ്റ n പോസിറ്റീവ് ആകുമ്പോൾ. അങ്ങനെ ഡെൽറ്റ n ന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻ 1 ആണുള്ളത്. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? എളുപ്പമല്ലേ? വളരെ സിമ്പിൾ അല്ലേ ചെയ്യാൻ? കാര്യം മനസ്സിലായില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. In a chemical equilibrium, the rate constant of the backward reaction is 7.5 into 10 raised to -4 and the equilibrium constant is 1.5. The rate constant of the forward reaction is. എളുപ്പമാണ്. നോക്കിക്കോ മക്കളെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ദാ KEQ ആണെന്നിരിക്കട്ടെ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. KF ഡിവൈഡഡ് ബൈ KB ചെയ്താൽ മതി. അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ KF, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ KB. ഓക്കെ ആണോ? ഇത് രണ്ടും നമ്മളുള്ള റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. തന്നിരിക്കുന്ന റിയാക്ഷന്റെ കേസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ 1.5 ആണെന്ന് തരുന്നുണ്ട്. സോ KEQ എത്രയാണ്? 1.5 ആണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ദാ KF റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ KB ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. എത്രയാണെന്ന്? 7.5 into 10 raised to -4 ആണ്. എങ്കിൽ മക്കളെ നമുക്ക് ദാ KF റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് EQ ഇൻറ്റു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അതായത് 1.5 ഇൻറ്റു 7.5 into 10 raised to -4 ചെയ്താൽ പോരെ? 1.5 ഇൻറ്റു 7.5 into 10 raised to -4 മക്കളെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1.12 into 10 raised to -3 എന്ന് കിട്ടും. 1.12 into 10 raised to -3 എന്ത് ചെയ്യേ? ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ 3യിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ ചെയ്യാൻ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് റിയാക്ഷൻ KP ഈക്വൽ ടു KC? നമ്മൾ പറഞ്ഞായിരുന്നു KP ഈക്വൽ ടു KC ആകുന്ന എപ്പോഴാ? KP ഈക്വൽ ടു KC ആകണമെങ്കിൽ ഡെൽറ്റ n ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾ എത്രയാകണം? 0 ആകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ തന്നിരിക്കുന്ന 4 ഇക്വേഷനകത്തും ഡെൽറ്റ n 0 ആകുന്ന എവിടെയാന്ന് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തേ. ഡെൽറ്റ n ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയാ? 2 + 1 3 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 2 1 ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ കേസ് നോക്ക്. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 4 -2 എന്ന് കിട്ടി. ഓക്കെ ആണോ? മൂന്നാമത്തെ കേസ് നോക്കിക്കേ. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ n ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 0 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി നാലാമത്തെ കേസ് നോക്കും മക്കളെ. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 3 -1 എന്നും കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? KP ഈക്വൽ ടു KC ആകണം. ആ KP ഈക്വൽ ടു KC ആകണമെങ്കിൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കണം? 0 ആയിരിക്കണം. 0 ആയിട്ട് വരുന്ന ഏതുണ്ട്? ഓപ്ഷൻ 3 ഉണ്ട്. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ദാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A+B റിവേഴ്സിബിൾ C+2D ഒരു റിയാക്ഷൻ ഉണ്ട്. A+B റിവേഴ്സിബിൾ C+2D. ഈ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് K1. ഓക്കെ ആണോ? രണ്ടാമത് റിയാക്ഷൻ ഉണ്ട് A+E റിവേഴ്സിബിൾ C+F. ഈ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് K2. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ എങ്കിൽ ദാ വേറൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാ ചോദ്യം. അപ്പോൾ ആ റിയാക്ഷൻ ഏതാ? 2D + E റിവേഴ്സിബിൾ B + F.
ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ആണ് കെ ഇ ക്യു എന്നിരിക്കട്ടെ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? എങ്കിൽ മക്കളെ ഏതാ നോക്കിക്കേ, ഈ റിയാക്ഷൻ എങ്ങനെയും കിട്ടുമോ നമുക്ക് നോക്കാം. ദാ ഈ ആദ്യം കാണുന്ന റിയാക്ഷൻ ഞാൻ എടുത്തൊന്ന് തിരിച്ചെഴുതുവാന്ന് വെച്ചോ. ആദ്യം കാണുന്ന റിയാക്ഷൻ ഞാൻ എടുത്തൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ C+2D റിവേഴ്സിബിൾ A+B. അങ്ങനെ ഒരു റിയാക്ഷനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ദ റെസിപ്രോക്കൽ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് മുന്നോട്ട് എഴുതുന്ന റിയാക്ഷന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പോൾ 1/K1 ആയിരിക്കും എന്ത് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വേഷൻ. ഓക്കെ ആണേ. ഇനി ഇതാ രണ്ടാമത്തെ നോക്കിക്കോ, A+E. ഈ റിയാക്ഷൻ ഞാൻ അതുപോലെ എഴുതുക, A+E റിവേഴ്സിബിൾ C+F. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താ K2. ഓക്കെ ആണേ. മക്കളെ ഈ രണ്ട് റിയാക്ഷനും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരേ കണക്കത്തെ ആളുകൾ അപ്പുറം ഇപ്പുറം വരെ നമുക്ക് അങ്ങ് വെട്ടിപ്പോവും. എന്നിട്ട് നമുക്ക് എന്താ കിട്ടും? 2D+E റിവേഴ്സിബിൾ B+F എന്ന് തന്നെ കിട്ടും. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ കെ ഇ ക്യു. എങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ തന്നിരിക്കുന്ന രണ്ട് റിയാക്ഷൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1/K1 × K2 ചെയ്താൽ മതി. അതായത് നമുക്ക് ഇതാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ഇ ക്യു എത്രയെന്ന് കിട്ടും? K2 / K1 എന്ന് കിട്ടും. K2 / K1 ആയിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 / K1 എന്ന് പറയുന്ന ഓപ്ഷൻ 1-ലുണ്ട്. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് HI റിവേഴ്സിബിൾ ഹൈഡ്രജൻ അയഡൈഡ്. ഓക്കെ, എന്താ കിട്ടും? ½ H2 + ½ I2. ഓരോരുത്തരുടെ സ്റ്റേറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ പറ്റിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നേക്കും. ഈ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് 7.4. എത്രയാ? 7.4 ആണ്. എങ്കിൽ ദാ മറ്റൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താ? 2HI റിവേഴ്സിബിൾ H2 + I2. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്രയാണെന്നല്ലേ ചോദ്യം. ഇതിപ്പോൾ K1-ഉം ഇതിപ്പോൾ K2-ഉമാണെന്നിരിക്കട്ടെ. K2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണേ. മക്കളെ ഇതാ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതാ നമ്മൾ ഈ ആദ്യം കാണുന്ന റിയാക്ഷന് മൊത്തത്തിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുമല്ലേ രണ്ടാമത്തെ റിയാക്ഷന്റെ കേസിൽ. അപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട് A gives B. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെങ്കിൽ n times A gives n times B എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K⁻n ആയിരിക്കും. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എങ്കിൽ K2 എന്ന് പറയുന്ന റിയാക്ഷൻ K1 എന്ന് പറയുന്ന റിയാക്ഷന്റെ എന്താണ്? ഇരട്ടിയാണ്. അപ്പോൾ നമുക്ക് K1-ന്റെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? K2 കിട്ടും. ഓക്കെ ആണോ? K1 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂവിന്റെ സ്ക്വയർ എടുത്താൽ മതി. കാര്യം ഒന്നാമത്തെ റിയാക്ഷന്റെ 2 ടൈംസ് ആണ് രണ്ടാമത്തെ റിയാക്ഷൻ. ആ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 7.4. മക്കളെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടും? 54.76 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ഓക്കെ ആണോ? 54.76 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. അത് ഓപ്ഷൻ 2-ലുണ്ട്. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓക്സൈഡ് ഓഫ് നൈട്രജൻ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ? തന്നിരിക്കുന്ന നൈട്രജന്റെ ഓക്സൈഡുകളുണ്ട്. നൈട്രജന്റെ ഓക്സൈഡുകളുടെ ഡീകമ്പോസിഷൻ തന്നിട്ടുണ്ട് ഇല്ലേ? നൈട്രജന്റെ ഓക്സൈഡുകൾ ഒരുപാട് എണ്ണം ഉണ്ട് മക്കളെ. ഇവിടെ തന്നിരിക്കുന്ന നൈട്രജന്റെ ഓക്സൈഡ്സ് ആരൊക്കെയാ? ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആരൊക്കെയാ തന്നിരിക്കുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഒരു ഭംഗിക്ക് വേണ്ടി. NO2 നൈട്രജൻ ഡയോക്സൈഡ്, NO നൈട്രജൻ മോണോക്സൈഡ്, N2O5 ഡൈ നൈട്രജൻ പെൻഡോക്സൈഡ്, N2O ഡൈ നൈട്രജൻ ഓക്സൈഡ്. ഇത്ര ആളുകളെ തന്നിട്ടുണ്ട്. ഓക്കെ ആണേ. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആരാണ്? എങ്കിൽ മക്കളെ ഏതാ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ. 2 പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാവേ. അത് 2 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റെബിലിറ്റി ഓഫ് റിയാക്റ്റന്റുകൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് റിയാക്റ്റൻസ് ഇൻക്രീസസ് വെൻ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിക്രീസസ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിയാക്റ്റന്റുകളുടെ സ്റ്റെബിലിറ്റി കൂടുതലാണെന്നാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വെയിറ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റെബിലിറ്റി ഓഫ് പ്രോഡക്ട്സ് ഇൻക്രീസ് വെൻ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻക്രീസ്.
ഓക്കെ, പ്രോഡക്റ്റുകളുടെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ. മക്കളെ ഇങ്ങനെ ചിന്തിക്കുക, ഒരു റിയാക്ഷൻ ആർ ഗീവ്സ് പി, റിയാക്റ്റന്റുകൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് വെക്കടാ. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷന്റെ ആരോ തന്നെ ഇട്ട് കളയാം നമുക്ക്. ഓക്കെ, ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ ആണേ മക്കളെ, ഈ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം റിയാക്റ്റന്റുകളുടെ സ്റ്റെബിലിറ്റി കുറവാണെന്നും പ്രോഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെന്നും അല്ലേ? ഓക്കെ ആണോ? ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ റിയാക്റ്റന്റുകളുടെ സ്റ്റെബിലിറ്റി കുറവാണെന്നും പ്രോഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെന്നും ആ സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ കൂടുമ്പോഴാണ് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നത്. എങ്കിൽ പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആകുന്ന റിവേഴ്സ് റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നു, റിയാക്റ്റന്റിന്റെ സ്റ്റെബിലിറ്റി കൂടുന്നു എന്നല്ലേ? ആ സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ ആണോ? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കുറവാണെങ്കിൽ റിയാക്റ്റന്റുകളുടെ സ്റ്റെബിലിറ്റി ആയിരിക്കും കൂടുതൽ. കാര്യം എന്താ? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. മക്കളെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ പ്രോഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും കൂടുതൽ. അതിന്റെ അർത്ഥം ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. വിച്ച് ഓക്സൈഡ് ഓഫ് നൈട്രജൻ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ? നൈട്രജന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സൈഡ് ഏതാ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നൈട്രജന്റെ ഓക്സൈഡുകളെല്ലാം റിയാക്റ്റന്റ് സൈഡിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഏതൊരു കേസിലാണോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്, അപ്പോൾ ഏതൊരു കേസിലാണോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഏറ്റവും കുറവ്, അവിടെയായിരിക്കും റിയാക്റ്റന്റിന്റെ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ, നൈട്രജന്റെ ഓക്സൈഡിന്റെ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ. നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കാണാം, K = 6.7 × 10⁻16 മോൾ പെർ ലിറ്റർ എന്ന് കാണാം. സോ മക്കളെ, നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കുറവ് എ എന്ന് പറയുന്ന ആദ്യത്തെ റിയാക്ഷന്റെ കേസിലല്ലേ, എങ്കിൽ റിയാക്റ്റന്റിന്റെ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലും ആ ഒന്നാമത്തെ കേസിൽ തന്നെ ആയിരിക്കും. സോ ഏത് ഓക്സൈഡിനാണ് ഏറ്റവും സ്റ്റെബിലിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഓപ്ഷൻ 1 ആരെ കാണുന്നുണ്ട്? NO2 കാണുന്നുണ്ട്. NO2ന്റെ ഡീകമ്പോസിഷൻ നടക്കുന്ന സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കുറവാണ്. അതിന്റെ അർത്ഥം അയാൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലാ, റിയാക്ഷന്റെ റേറ്റ് കുറവായെന്ന് നമുക്ക് ചിന്തിക്കാം. സോ നമുക്ക് പറയാം ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എളുപ്പമല്ലേ? അപ്പോൾ കെയുടെ വാല്യൂ ഏറ്റവും കുറവ് എപ്പോഴാണോ അപ്പോഴായിരിക്കും റിയാക്റ്റന്റിന്റെ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ. ഓക്കെ ആണേ? റിയാക്ടിവിറ്റി, സ്റ്റെബിലിറ്റി രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. സ്റ്റെബിലിറ്റി കൂടുതലുള്ളവർക്ക് റിയാക്ടിവിറ്റി കുറവായിരിക്കും. തിരിച്ചും ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് റിയാക്റ്റന്റുകൾ കൂടുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ കുറവായിരിക്കും. അങ്ങനെ നമുക്ക് ഓക്കെ ആണേ? ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? എളുപ്പമല്ലേടാ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ റിയാക്ഷൻ എ റിവേഴ്സിബിൾ ബി 4 moles of A are taken, out of which 0.8 mole get dissociated. What is the degree of dissociation of A? ഇതാണ് ചോദ്യം. എളുപ്പമാണ് കേട്ടോ, ചെയ്യാൻ എളുപ്പമാണ് മക്കളെ. ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, A റിവേഴ്സിബിൾ ബി. ഇതല്ലേ നമ്മുടെ തന്നിരിക്കുന്ന റിയാക്ഷൻ? റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷനകത്ത് A B ആയിട്ട് മാറുന്നു. ഓക്കെ, നമ്മൾ ഇനിഷ്യലി ആദ്യമേ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. ഇനിഷ്യലി 4 moles of A are taken. A എത്ര മോളുണ്ട്? 4 മോളുണ്ട്. ഇനിഷ്യലി B വല്ലതും കാണുമോ? കാണത്തില്ല. ഓക്കെ ആണേ? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷൻ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ തന്നിരിക്കുന്ന 4ൽ നിന്ന് X എമൗണ്ട് A കുറയും. അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും? X ആയിട്ട് മാറും. ഓക്കെ ആണ്? എന്നാൽ പറയുന്നുണ്ട് 0.8 മോൾ ഗെറ്റ് ഡിസോസിയേറ്റഡ് എന്ന് പറയുന്നുണ്ട്. അതായത് 4 - 0.8 ഇതാണ് എയുടെ ഇക്വിലിബ്രിയം കണ്ടീഷനുള്ള എയുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എയുടെ നമ്പർ ഓഫ് മോൾസ്. ബി എത്രയായിട്ട് മാറി? 0.8 ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ എന്നുള്ളതല്ലേ ചോദ്യം. മക്കളെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. 4 മോള് എ എത്ര ഡിസോസിയേറ്റ് ചെയ്തു? 0.8 ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ 1 മോള് എ എത്രയായിരിക്കും? 0.8 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ? 0.8 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 0.8 ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്യണ്ടേ? 4 ഓക്കെ, 0.8 ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്യണ്ടേ? 0.8 ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്താൽ എത്ര എന്ന് കിട്ടും? 0.2 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ എത്രയാണ്? 0.2 ആണ്. മക്കളെ, 0.2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3ൽ കാണുന്നുണ്ട്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp ഫോർ ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. PCl5 ഗ്യാസ് ആണ്, റിവേഴ്സിബിൾ.
PCl3 ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ഗ്യാസ് ആണ്, പ്ലസ് Cl2 ക്ലോറൈഡ്. PCl5 ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണിത്. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp തരുന്നുണ്ട്, എത്രയാണെന്ന് 16 ആണെന്ന് തരുന്നുണ്ട്. ഓക്കെ ആണോ? ഇഫ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഈസ് റെഡ്യൂസ് ടു 1/2 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം, അതിന്റെ വോളിയം എന്താക്കി മാറ്റുന്നു? നേരത്തെ വോളിയം V ആണെങ്കിൽ അതിന്റെ 1/2 ആക്കി മാറ്റുന്നു, 1/2 ആക്കി മാറ്റുന്നു. ഓക്കെ ആണോ? The value of Kp for the reaction at the same temperature will be. മക്കളെ ടെമ്പറേച്ചർ സെയിം ആണ് ഇല്ലേ? ടെമ്പറേച്ചർ സെയിം അല്ലേ? ടെമ്പറേച്ചർ സെയിം ആണ്. ടെമ്പറേച്ചർ തീർച്ചയായിട്ടും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ടെമ്പറേച്ചറിന് മാറ്റം വന്നാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂവിൽ മാറ്റം വരും. എന്നാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വോളിയം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആർക്ക് ഇൻഡിപെൻഡന്റ് ആണ്? വോളിയത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ സെയിം ആണെന്ന് പറയുന്നുണ്ടല്ലോ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അത് ശരിയാണ്. പക്ഷേ വോളിയത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. മക്കളെ, വോളിയത്തിന് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചേഞ്ച് വരുമോ? ഇല്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിമെയിൻസ് ദ സെയിം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിമെയിൻസ് ദ സെയിം. മാറ്റമൊന്നും സംഭവിക്കില്ല. Kpയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 16 തന്നെയായിരിക്കും. ഓക്കെ ആണോ? Kpയുടെ വാല്യൂ 16 എന്ന് പറയുന്ന ഓപ്ഷൻ 3 നമുക്ക് കാണാൻ പറ്റും. സോ മക്കളെ, ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 moles of PCl5 are heated in a closed vessel of 2 liter capacity. At equilibrium, 40% of PCl5 is dissociated into PCl3 and Cl2. The value of equilibrium constant is. മക്കളെ, സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് റിയാക്ഷൻ ഇങ്ങനെ എഴുതാം. PCl5 റിവേഴ്സിബിൾ, PCl3 പ്ലസ് Cl2. അപ്പോൾ നമ്മൾ 2 മോൾ PCl5നെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 2 മോൾ PCl3യും കിട്ടും, 2 മോൾ ക്ലോറിനും കിട്ടും. ഓക്കെ ആണോ? ഇതാണ്ട് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷനിൽ 40% PCl5 ഈസ് ഡിസോസിയേറ്റഡ്. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ മൊത്തം 100% ആയിരുന്നു വയ്ക്കുക. ഇനിഷ്യൽ 100 ആയിരുന്നു. ഇത് 0, ഇത് 0. ഓക്കെ ആണേ? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷൻ എത്തിയപ്പോഴത്തേക്കും എന്ത് മാറ്റമാണ് വന്നത്? 40% എന്ത് ചെയ്തു? PCl5 ഡിസോസിയേറ്റ് ചെയ്തു പോയി. ബാക്കി ഇനി എത്രയുണ്ട്? 60 ഉണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? 2 × 60 ഡിവൈഡഡ് ബൈ 100. ഓക്കെ ആണോ? ഇവിടെ എന്താ എഴുതാൻ പറ്റും? ഇനി 40 അല്ലേ വന്നത്? 2 × 40 ഡിവൈഡഡ് ബൈ 100. ഇവിടെയും 2 × 40 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ പോരെ? ഓക്കെ ആണോ? മക്കളെ, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താ? ഇവരുടെ നമ്പർ ഓഫ് മോൾസ് ആണ്. ഈ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് എന്തുകൊണ്ട്? വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതെല്ലാം 2 ലിറ്റർ വെസൽ തന്നെ അല്ലേ? വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവരുടെ മൊളാരിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഹോൾ ഡിവൈഡഡ് ബൈ 2. ആ 2ഉം ഈ താഴെ നമ്മൾ ഒരു ഡിവൈഡഡ് ബൈ 2, വോളിയത്തിൻ്റെ 2 ചെയ്യുന്ന ക്യാൻസൽ ആയി പോകത്തില്ലേ? ഇതും ഈ താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2ഉമായിട്ട് ക്യാൻസൽ ആകത്തില്ലേ? ഇതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2ഉമായിട്ട് ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ ആണേ? ഇനി നമ്മൾ എങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെന്ന് വെക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് PCl3 40/100. ഓക്കെ, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 40/100 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് PCl5 എത്ര എഴുതാം? 60/100 ചെയ്താൽ പോരെ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? മക്കളെ, 100 വെട്ടിപ്പോവും. ബാക്കി നമ്മൾ ചെയ്ത് നോക്കുന്നത് 0 0 0 0 വെട്ടിപ്പോയി 0. ഓക്കെ, 16 ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. 16/60 ഒന്നുകൂടെ നമുക്ക് സിമ്പിൾ ആക്കാം. നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും. 4 ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 0.266 എന്ന് കിട്ടും. 0.266 ആയിരിക്കും ആരുടെ വാല്യൂ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 0.266 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എളുപ്പമല്ലേ ചെയ്യാൻ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 0.266 നമുക്ക് ഓപ്ഷൻ 1 കാണാൻ പറ്റും. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫോർ ദ റിയാക്ഷൻ A+B റിവേഴ്സിബിൾ C+D. A+B റിവേഴ്സിബിൾ C+D. If initially concentration of A and B both are equal, but at equilibrium concentration of D is twice than that of A.
ഓക്കെ, വാട്ട് വിൽ ബി ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ? ഓക്കെ മക്കളെ, നമുക്ക് ഇവരുടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എ ആയിട്ട് എടുക്കാം. എയുടെയും ബിയുടെ ഈക്വൽ ആണല്ലോ ഇത്. ഇവിടെ എന്താ 0 0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷൻ എത്തിയപ്പോൾ എക്സ് മോള് എ എന്ത് ഡിസോസിയേറ്റ് ആയി പോയെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് ഇതാ എയിൽ നിന്ന് പോയി എക്സ് എ മൈനസ് എക്സ്, ബിയിൽ നിന്നും എക്സ് പോയി എ മൈനസ് എക്സ്. ഇവിടെ സി എന്തായിരിക്കും? എക്സ് കിട്ടും. ഡി എം എന്തായിരിക്കും? എക്സ് കിട്ടും. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്ന? ഓക്കെ ആണേ. നമ്മളടുത്ത് അവർ പറയുന്നുണ്ട് ബട്ട് അറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഡി ഈസ് ട്വൈസ് ദാൻ ദാറ്റ് ഓഫ് എ. കോൺസെൻട്രേഷൻ ഓഫ് ഡി എക്സ് എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് എയുടെ എന്താ? എ മൈനസ് എക്സ്. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു 2a മൈനസ് 2x എന്ന് നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് അങ്ങോട്ട് ഒന്ന് സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3x ഈക്വൽ ടു 2a എന്ന് കിട്ടും. ഓക്കെ ആണോ? അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 2a/3 എന്നും കിട്ടും. എക്സിൻ്റെ വാല്യൂ 2a/3 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ചെയ്താൽ പോരെ മക്കളെ? സിയുടെ കോൺസെൻട്രേഷൻ എന്താ? എക്സ് ഇൻറ്റു ഡിയുടെ കോൺസെൻട്രേഷൻ എന്താ? എക്സ് ഡിവൈഡഡ് ബൈ എയുടെ എന്താ? എ മൈനസ് എക്സ് ഇൻറ്റു ബിയുടെ എന്താ? എ മൈനസ് എക്സ്. ചെയ്താൽ മതിയല്ലോ. എക്സിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? 2a/3 എന്ന് എഴുതിക്കൂടെ? ഇൻറ്റു 2a/3. അങ്ങനെ തന്നെ ഇടാം, ക്യാൻസൽ ആയി പോയിക്കോളും കേട്ടോ. ദാ ഇനി എക്സ് എ മൈനസ് എക്സ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ മൈനസ് എക്സ് എന്ന് വെച്ചാൽ എ മൈനസ് എക്സിൻ്റെ വാല്യൂ എത്രയാ? 2a/3 എന്ന് വെച്ചാൽ എത്രയെന്ന് കിട്ടും? ഒരു എയിൽ നിന്ന് 2/3a കുറച്ചാൽ ബാക്കി 1/3a, അതായത് a/3 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ എത്രയാ? a/3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എത്രയാ? അതും a/3. വെട്ടിപ്പോയില്ലേ? എയും വെട്ടിപ്പോയില്ലേ? നമുക്ക് എത്ര എന്ന് കിട്ടും? 4 എന്ന് കിട്ടും. 2 × 2 4 എന്ന് കിട്ടും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാ? 4. കിട്ടിയോ മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 samples of NH3 each of 15 gram were taken separately into vessels of volume 15 and 20 liters respectively at 30 degrees Celsius. The extent of dissociation of NH3 will be. മക്കളെ ഇതാ 2 പാത്രങ്ങൾ. ഈ 2 പാത്രത്തിൽ ആദ്യത്തെ പാത്രം 15 ലിറ്ററിൻ്റെയും രണ്ടാമത്തെ പാത്രം 20 ലിറ്ററിൻ്റെയാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 15 ഗ്രാം അമോണിയ എടുക്കുന്നു. 15 ഗ്രാം NH3, 15 ഗ്രാം NH3യെ വെച്ചെടുക്കുന്നു. ഡിസോസിയേഷൻ നടക്കുന്ന ടെമ്പറേച്ചർ എത്ര തന്നെ? 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ തന്നെ രണ്ടും നടക്കുന്നത്. എങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് അമോണിയ എങ്ങനെയായിരിക്കും എങ്കിൽ മക്കളെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ is directly proportional to volume whole raised to delta Ng, change in number of moles, divided by sum of coefficients of gaseous products. ഇങ്ങനെ പറയാം നമുക്ക്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം റൈസ് ടു ഡെൽറ്റ എൻ ജി ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സം ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ്. ഇങ്ങനെ പറയാം മക്കളെ. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ? 2NH3 ഡിസോസിയേറ്റ് ചെയ്ത് N2 + 3H2. ഇവരെല്ലാവരും ഗ്യാസ് ആണ്. ഇതല്ലേ റിയാക്ഷൻ? എങ്കിൽ നമുക്ക് ഇതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എവിടെ കൂടുതൽ കണ്ടുപിടിക്കാം മക്കളെ. അതായത് ഇവിടെ ഡെൽറ്റ എൻ ജി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയാ? 1 + 3 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ്, അതായത് 4 - 2 2 എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിതാ ഇങ്ങനെ എഴുതാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? വോളിയം റൈസ് ടു ഡെൽറ്റ എൻ ജി എത്രയാ? 2 ഡിവൈഡഡ് ബൈ സം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് 1 + 3 4. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം റൈസ് ടു 1/2, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് വോളിയം എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ മക്കളെ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണേ. വോളിയം കൂടിക്കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും.
വോളിയം കുറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറയും. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് NH3 വിൽ ബി എവിടെ ആയിരിക്കും കൂടുതൽ? 20 ലിറ്റർ വെസലായിരിക്കത്തില്ലേ കൂടുതൽ? മോർ ഇൻ 20 ലിറ്റർ വെസൽ എന്ന് നമുക്ക് പറയാം. അത് കറക്റ്റായിട്ട് ഓപ്ഷൻ 1 സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, കൂടുതലൊന്നും തപ്പി പോകണ്ട, എളുപ്പമാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മക്കളെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. What will be the amount of dissociation if the volume is increased 64 times of initial volume in the reaction N2O4 reversible to NO2? മക്കളെ N2O4 reversible to NO2. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഗ്യാസുകളാണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാൻ ഇഫ് വോളിയം ഈസ് ഇൻക്രീസ്ഡ് 64 ടൈംസ് ഓഫ് ഇനിഷ്യൽ വോളിയം ഇൻ ദ റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ വോളിയം വോളിയം എന്ത് ചെയ്യുന്നു? ഇനിഷ്യൽ വോളിയത്തിൻ്റെ 64 തവണയാക്കുന്നു, 64 ഇരട്ടിയാക്കുന്നു എങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. മക്കളെ ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാം ആൽഫ പ്രപ്പോർഷണൽ ടു വോളിയം റേസ് ടു ഡെൽറ്റ Ng ഡിവൈഡഡ് ബൈ sum of coefficients of gaseous products. Okay ആണേ, ആൽഫ പ്രപ്പോർഷണൽ ടു വോളിയം റേസ് ടു ഡെൽറ്റ Ng ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് 2 - 1 ഡിവൈഡഡ് ബൈ സം ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് 2. അതായത് ആൽഫ പ്രപ്പോർഷണൽ ടു വോളിയം റേസ് ടു 1/2 അല്ലെങ്കിൽ റൂട്ട് വോളിയം എന്നല്ലേ പറയണ്ടേ. അപ്പോൾ വോളിയം 64 ഇരട്ടിയാക്കി കഴിഞ്ഞാൽ 64 മടങ്ങാക്കി കഴിഞ്ഞാൽ ഇനിഷ്യൽ വോളിയത്തിൻ്റെ 64 മടങ്ങാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം ആൽഫ എത്രയായിരിക്കും? ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 64 V എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ ആൽഫ പ്രപ്പോർഷണൽ ടു 8 ടൈംസ് റൂട്ട് V എന്ന് എഴുതിക്കൂടെ? എത്ര ഇരട്ടിയായിട്ട് മാറും? 8 ടൈംസ് ആയിട്ട് മാറും നമുക്ക് പറയാം. ഓക്കെ ആണോ മക്കളെ? നമ്മൾ ഓപ്ഷൻ നോക്കാൻ നേരം ഓപ്ഷൻ 4 നമുക്ക് 8 ടൈംസ് എന്ന് കാണാൻ പറ്റും. സോ 8 ആണ് നമ്മുടെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വേപ്പർ ഡെൻസിറ്റി ഓഫ് അൺഡീകമ്പോസ്ഡ് NO2 is 23. When heated, vapor density decreases to 12 due to its dissociation to N2 and O2. The percentage dissociation of NO2 at the final temperature is. റിയാക്ഷൻ പോലും എഴുതേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇതാ നോക്കിക്കോ മക്കളെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വേപ്പർ ഡെൻസിറ്റി വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ, ഇത്രയേ ഉള്ളൂ. DT മൈനസ് DO ഡിവൈഡഡ് ബൈ DO. ഓക്കെ, ഇതാ DT എന്താ? വേപ്പർ ഡെൻസിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. ആ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. DO എന്ന് പറഞ്ഞാൽ എന്തുവാ? വേപ്പർ ഡെൻസിറ്റി അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, റൂം ടെമ്പറേച്ചറുള്ള വേപ്പർ ഡെൻസിറ്റി DT ആണെന്നും അല്ലാത്ത ഹയർ ടെമ്പറേച്ചറുള്ള വേപ്പർ ഡെൻസിറ്റി DO ആണെന്നും വിചാരിക്കുക. അപ്പോൾ വേപ്പർ ഡെൻസിറ്റി ഓഫ് അൺഡീകമ്പോസ്ഡ് NO2 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് DT ആയിട്ട് എടുക്കാം. എത്രയാ? 23 മൈനസ് DO. വേപ്പർ ഡെൻസിറ്റി ഡിക്രീസസ് ടു 12 ഡ്യൂ ടു ഇറ്റ്സ് ഡിസോസിയേഷൻ. അപ്പോൾ ഡിസോസിയേഷന് ശേഷം ഹീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ വേപ്പർ ഡെൻസിറ്റി എത്രയായിട്ട് മാറി? 12 ആയിട്ട് മാറി. ഡിവൈഡഡ് ബൈ DO എത്രയാ? 12 അല്ലേ? അതായത് മക്കളെ 11/12 എന്ന് കിട്ടും. 11/12 എന്ന് പറഞ്ഞാൽ 0.91 ആണ്. എന്ന് വെച്ചാൽ എത്രയാ? 91% ആണ് പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ. കിട്ടിയില്ലേ? എളുപ്പമല്ലേ മക്കളെ? നമ്മൾ നോക്കിയാൽ ഓപ്ഷൻ 1 നമുക്ക് ആൻസർ കാണാൻ പറ്റും. 91% എന്ന് കാണാൻ പറ്റും. സോ 91 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഇഫ് NH3 is 50% dissociated at 150 degrees Celsius, then its vapor density at room temperature will be. നമ്മളത് നേരത്തെ പറഞ്ഞായിരുന്നു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാൻ DT at room temperature, vapor density at room temperature minus DO, vapor density at high temperature divided by DO. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എന്നാൽ വേപ്പർ ഡെൻസിറ്റി അറ്റ് ഇറ്റ്സ് റൂം ടെമ്പറേച്ചർ വിൽ ബി. മക്കളെ വേപ്പർ ഡെൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ? അമോണിയയുടെ മോളിക്കുലാർ വെയിറ്റ് വേപ്പർ ഡെൻസിറ്റി ആയിട്ട് റൂം ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് DT ആണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? അമോണിയയുടെ മോളിക്കുലാർ വെയിറ്റ് എത്രയാ? 17 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. എത്രയെന്ന് കിട്ടും? 8.5 എന്ന് കിട്ടും. നമ്മൾ വേറെ എങ്ങും തപ്പി പോകണ്ട. അതിൻ്റെ വേപ്പർ ഡെൻസിറ്റി എത്രയാ? 8.5. മക്കളെ വേപ്പർ ഡെൻസിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റന്റ്. വേപ്പർ ഡെൻസിറ്റി അറ്റ്
റൂം ടെമ്പറേച്ചർ ഓൾവേസ് കോൺസ്റ്റൻറ്റ്. എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് ഓർക്കുക. 8.5 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓപ്ഷൻ 3 കാണാൻ പറ്റും. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വിലിബ്രിയം റിമൈൻസ് അൺഅഫക്റ്റഡ് ബൈ എ ചേഞ്ച് ഇൻ പ്രഷർ ഓർ വോളിയം? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഇക്വിലിബ്രിയമാണ് പ്രഷറിന് അഫക്റ്റ് ചെയ്യാത്തത്? നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയത്തിനെ സ്വാധീനിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട്, കാറ്റലിസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ പ്രഷർ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമ്മൾ ലേശാലിയ പ്രിൻസിപ്പിൾ പ്രകാരം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്ത് നിന്ന് നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ പഠിച്ചോണ്ടല്ലോ. എങ്കിൽ ഈ തന്നിരിക്കുന്ന എല്ലാ റിയാക്ഷൻ്റെയും കേസിൽ അവരുടെ ഡെൽറ്റ എൻ ജി കണ്ടുപിടിച്ചാൽ മതി. അത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം. അൺഅഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡെൽറ്റ എൻ ജി 0 എവിടെയാണ് അങ്ങനെയുള്ള റിയാക്ഷൻ. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡെൽറ്റ എൻ ജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ എൻ ജി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്. ഇങ്ങനല്ലേ നമ്മൾ ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കുന്നത്. മക്കളെ, ഡെൽറ്റ എൻ ജി ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് അൺഅഫക്റ്റഡ് ബൈ പ്രഷർ. അൺഅഫക്റ്റഡ് ബൈ പ്രഷർ എന്നാണ്. ഓക്കെ ആണോ? അപ്പോൾ തന്നിരിക്കുന്ന റിയാക്ഷൻ അത് ഡെൽറ്റ എൻ ജി 0 ആയിട്ട് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ കേസിൽ ഡെൽറ്റ എൻ ജി 1 - 2 -1 കിട്ടി. ഗ്യാസുകളെ മാത്രമേ നമ്മൾ എടുക്കത്തോളെ. രണ്ടാമത്തെ ഇക്വേഷൻ്റെ കേസിൽ ഡെൽറ്റ എൻ ജി 2 - 2 0 എന്ന് കിട്ടി. മൂന്നാമത്തെ റിയാക്ഷൻ്റെ കേസിൽ ഡെൽറ്റ എൻ ജി 2 - 3 -1 എന്ന് കിട്ടി. ഗ്യാസുകളെ മാത്രമേ എടുക്കാവൂ. മൂന്നാമത്തെ റിയാക്ഷൻ്റെ കേസിൽ ഡെൽറ്റ എൻ ജി 2 - 1 എന്ന് കിട്ടി. അപ്പോൾ പ്രഷർ അൺഅഫക്റ്റഡ് ആയിരിക്കണമെങ്കിൽ ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ 0 വരുന്ന ഏത് ഇക്വേഷൻ ഉണ്ട്? ഓപ്ഷൻ 2 കാണുന്ന ഇക്വേഷനില്ലേ? H2 + CO2 gives H2O + Cu. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷൻ്റെ കേസിൽ ഡെൽറ്റ എൻ ജി 0 ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് റിയാക്ഷൻ ഈസ് അൺഅഫക്റ്റഡ് ബൈ പ്രഷർ. ആ ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നില്ല? പ്രഷറിന് സാധിക്കുന്നില്ല എന്നാണ്. അത് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 2 ഉണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ ദി ഇക്വിലിബ്രിയം റിയാക്ഷൻ? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താ? N2 ഗ്യാസ് ആണ്, പ്ലസ് O2 അതും ഗ്യാസ് ആണ്, റിവേഴ്സിബിൾ 2NO അതും ഗ്യാസാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡെൽറ്റ എച്ച് വാല്യൂ തരുന്നുണ്ട്. എത്രയാ? 180 kJ/mol. 180 kJ/mol. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് എന്ത് തരം റിയാക്ഷനാണ്. ഇതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്. എന്ത് തരം റിയാക്ഷനാ? ഒരു എൻഡോതെർമിക് റിയാക്ഷനാണ്. ഓക്കെ ആണേ? നമുക്കറിയാം ഇതുപോലെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു റിയാക്ഷൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഏത് റിയാക്ഷനെ ഫേവർ ചെയ്യും? എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനെ ഫേവർ ചെയ്യും. ടെമ്പറേച്ചർ കുറച്ചാൽ എക്സോതെർമിക് റിയാക്ഷനെ ഫേവർ ചെയ്യും. ഇവിടെ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. പ്രഷർ അൺഅഫക്റ്റഡ് ആണ്. കോൺസെൻട്രേഷൻ കൂടുകയോ കുറയുകയോ ചെയ്താൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് റിയാക്ഷൻ നടക്കും. കാറ്റലിസ്റ്റ് റിയാക്ഷൻ പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയത്തിൽ എത്താൻ സഹായിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നോട്ട് ട്രൂ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന ചോദ്യം. ദ ഫോർമേഷൻ ഓഫ് NO ഈസ് ഇൻക്രീസ്ഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഫോർമേഷൻ ഓഫ് NO ഈസ് ഇൻക്രീസ്ഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഇത് ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് അല്ലേ, അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വോളിയം ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡു നോട്ട് അഫക്ട് ഇക്വിലിബ്രിയം. ശരിയാണ്. പ്രഷർ ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡു നോട്ട് അഫക്ട് ഇക്വിലിബ്രിയം. ശരിയാണ്. കാര്യം ഇവിടുത്തെ ഡെൽറ്റ എൻ ജി ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 0 അല്ലേ? 2 - 2 എത്ര? 0 തന്നെ. അതുകൊണ്ട് അതെല്ലാം ശരിയാണ്. ഫോർമേഷൻ ഓഫ് NO ഈസ് ഡിക്രീസ്ഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. തെറ്റാണ്. ഇൻക്രീസ്ഡ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നോട്ട് ട്രൂ. തെറ്റായിട്ടുള്ള ഏതാണെന്ന് ഓപ്ഷൻ 4 തെറ്റായ സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റും. ദ ഫോർമേഷൻ ഓഫ് NO ഈസ് ഡിക്രീസ്ഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ തെറ്റാണ്. ഈസ് ഇൻക്രീസ്ഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ എന്നാണ്. ഓക്കെ ആണോ? ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. കിട്ടിയില്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. When any system at equilibrium state
If pressure, temperature and concentration is changed, then the equilibrium is shifted to such a direction which neutralizes the effect of change. അതായത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം, അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി മൂലം നമ്മൾ ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ ഒക്കെ മാറ്റം വരുത്തി ആ സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ സിസ്റ്റം തന്നെ ഒന്നുകിൽ ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടത്തിയിട്ടോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടത്തിയിട്ടോ ഇക്വിലിബ്രിയത്തിനെ തിരിച്ചു പിടിക്കാൻ നോക്കും. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലോയുടെ പേരെന്താ? ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി, നമ്മളിപ്പോൾ കോൺസെൻട്രേഷനിലോ പ്രഷറിലോ ടെമ്പറേച്ചറിലോ മാറ്റം വരുത്തി ആ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം ഇല്ലാതെയായാൽ ആ സിസ്റ്റം തന്നെ ഒന്നെങ്കിൽ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തി ഈ നഷ്ടപ്പെട്ട ഇക്വിലിബ്രിയത്തിനെ റീഗെയിൻ ചെയ്യാൻ, തിരിച്ചു പിടിക്കാൻ നോക്കും. ഇതാണ് ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ. തന്നിരിക്കുന്ന ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ മക്കളെ, ഓപ്ഷൻ 2 നമുക്ക് ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ കാണാൻ പറ്റും. ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈസിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ആൻ ഇക്വിലിബ്രിയം സിസ്റ്റം. ഓക്കെ, റൈസിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ആൻ ഇക്വിലിബ്രിയം സിസ്റ്റം. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്താൽ ഫേവേഴ്സ് എൻഡോതെർമിക് റിയാക്ഷൻ ഉള്ളി. അത് എന്ത് ഫേവർ ചെയ്യും? എൻഡോതെർമിക് ആയിട്ടുള്ള പ്രോസസ് ഫേവർ ചെയ്യും. കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ 2 സോ മക്കളെ, ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റിയാക്ഷൻ ഇൻ വിച്ച് yield ഓഫ് പ്രോഡക്റ്റ് വിൽ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ്. പ്രഷർ കൂട്ടിയാൽ പ്രോഡക്റ്റിൻ്റെ അളവ് കൂടുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രോഡക്റ്റ് കൂടുന്നത് തന്നിരിക്കുന്നതിൽ ഏത് റിയാക്ഷനിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണോ മക്കളെ? ഏതാ നോക്കിക്കോ. ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഒരു റിയാക്ഷൻ, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സിസ്റ്റത്തിൻ്റെ പ്രഷർ ഞാൻ കൂട്ടിയെന്ന് വെച്ചോ, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പ്രഷർ കുറയ്ക്കണം. ആ സിസ്റ്റം ഇനി പ്രഷർ കുറച്ചാലേ ഇക്വിലിബ്രിയം തിരിച്ചു പിടിക്കാൻ പറ്റൂ. പ്രഷർ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള ഗ്യാസുകളുടെ എണ്ണം കുറയ്ക്കണം, ഇല്ലേ? അപ്പോൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് നടക്കും? ഹയർ നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള അടുത്തുനിന്ന് ടു ലോവർ നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തുനിന്ന് നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ് കൂടിയെടുത്തുനിന്ന് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞെടുത്തോട്ട് റിയാക്ഷൻ നടക്കുന്നത് ഏതൊക്കെ കേസിലാണ്? ഫോർവേഡ് റിയാക്ഷൻ നോക്കാം. അതിന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? അവരുടെ ഡെൽറ്റ എൻ ജി കണ്ടുപിടിച്ചാൽ മതി. മക്കളെ, ഡെൽറ്റ എൻ ജി ഈ റിയാക്ഷൻ്റെ കേസിൽ ഡെൽറ്റ എൻ ജി എത്രയാ? 0. പ്രഷർ ഈസ് അൺഅഫക്റ്റഡ്. ഇത് രണ്ടും ഒരേ റിയാക്ഷൻ തന്നെയല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഇത് രണ്ടും ഒരേ ഓപ്ഷനുകൾ തന്നെയാണ്. ഇവരുടെ കേസിൽ ഡെൽറ്റ എൻ ജി വാല്യൂ എത്രയാ? അതും 0 തന്നെയാണ്. ഈ കേസിൽ നോക്കാം. ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മക്കളെ, ഡെൽറ്റ എൻ ജി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 4 -2 എന്ന് കിട്ടി. മക്കളെ, ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ -2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോഡക്റ്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് എണ്ണം, ഗ്യാസുകളുടെ എണ്ണം കുറവാണെന്നും റിയാക്ടന്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് ഗ്യാസുകളുടെ എണ്ണം കൂടുതലാണെന്നുമാണ്. ഓക്കെ ആണോ? അപ്പോൾ തീർച്ചയായിട്ടും ഡെൽറ്റ എൻ ജി നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രഷർ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്യും, പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഫോം ചെയ്യുമെന്നാണ്. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് തരുന്ന എവിടെ? ഓപ്ഷൻ 4. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. കാര്യം ഡെൽറ്റ എൻ ജി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് എന്ന് പറയാം. ഇനി ഇതുപോലെ ഒരാളിൻ്റെ കേസിൽ, ഈ തന്നിരിക്കുന്നത് പോലുള്ള ഒരാളിൻ്റെ കേസിൽ ഇത് മക്കളെ ശ്രദ്ധിച്ചോണേ, പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. അതായത് പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഫോം ചെയ്യും. ഓക്കെ ആണോ? അത് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 4 അല്ലേ? സോ നമുക്ക് പറയാം ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ഇക്വേഷനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ടേ മക്കളെ, അതും ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. CO plus 3H2 റിവേഴ്സിബിൾ CH4 plus H2O ഇങ്ങനെയാണ് കേട്ടോ ബാലൻസ്ഡ് ഇക്വേഷൻ വരേണ്ടത്. ആളുകളുടെ എണ്ണത്തിലൊന്നും മാറ്റമില്ല, ഇങ്ങനെയാണ് വരേണ്ടത്. ഈ CO plus H2 കാർബൺ മോണോക്സൈഡിൻ്റെ ഹൈഡ്രജനെയും മിക്സ്ചറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വാട്ടർ ഗ്യാസ്. ഇതിന് മുമ്പ് എപ്പോഴോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട്. കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിക്സ്ചറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രൊഡ്യൂസർ ഗ്യാസ്. മക്കളെ, ഈ വാട്ടർ ഗ്യാസിനെ തന്നെയാണ് നമ്മൾ സിൻ ഗ്യാസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. വാട്ടർ ഗ്യാസിനെ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സിൻ ഗ്യാസ് എന്ന് വിളിക്കുന്നത് എന്ന് ഓർക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വുഡ് ഹാപ്പൻ ടു എ റിവേഴ്സിബിൾ റിയാക്ഷൻ A2 plus B2 റിവേഴ്സിബിൾ 2AB? A2 plus B2 റിവേഴ്സിബിൾ 2AB.
എല്ലാവരും ഗ്യാസുകളാണേ. ഇതുപോലെ ഒരു റിയാക്ഷന്റെ കേസിൽ അറ്റ് ഇക്വിലിബ്രിയം വെൻ ആൻ ഇനേർട്ട് ഗ്യാസ് ഈസ് ആഡഡ് വൈൽ ദ പ്രഷർ റിമെയിൻസ് അൺചേഞ്ച്ഡ്. മക്കളെ പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചോണ്ട് ഈ റിയാക്ഷനകത്ത് ഒരു ഇനേർട്ട് ഗ്യാസിനെ ആഡ് ചെയ്താൽ ഈ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഡെൽറ്റ എൻ ജി എത്രയാ? 0. ഓക്കെ ആണേ. പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചോണ്ട് ഇനേർട്ട് ഗ്യാസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാറ്റവും വരത്തില്ല. ഇക്വിലിബ്രിയത്തിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചും വരത്തില്ല. ഇറ്റ് റിമെയിൻസ് അൺഅഫക്റ്റഡ്. ദ ഇക്വിലിബ്രിയം ഓഫ് ദ റിയാക്ഷൻ റിമെയിൻസ് അൺഅഫക്റ്റഡ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? കറക്റ്റ് ആയിട്ട് പറയുന്ന ഓപ്ഷൻ 4 ആണ്. സോ മക്കളെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ടോട്ടൽ അയോൺസ് ആൻഡ് റിസൾട്ടന്റ് ടോട്ടൽ ചാർജ് ഇൻ ബേരിയം നൈട്രേറ്റ്. ഓക്കെ മക്കളെ, ബേരിയം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്, BaNO3 2 ടൈംസ്. ഈ തന്നിരിക്കുന്ന ആളിന് ഡിസോസിയേഷൻ സംഭവിച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നറിയോ? Ba2+ എന്ന് പറയുന്ന ഒരാളിനെയും കിട്ടും, 2 നൈട്രേറ്റ് NO3 മൈനസിനെയും കിട്ടും. ഓക്കെ ആണേ. ഇതാണ് ബേരിയം നൈട്രേറ്റിന്റെ ഡിസോസിയേഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നു നമ്പർ ഓഫ് ടോട്ടൽ അയോൺസ് ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് എങ്ങനെ കണ്ടുപിടിക്കും? 1 + 2 എത്രയാ? 3 അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് 3 ആണെന്ന് കിട്ടും. ഇനി റിസൾട്ടന്റ് ടോട്ടൽ ചാർജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? റിസൾട്ടന്റ് ടോട്ടൽ ചാർജ് ഈക്വൽ ടു ബേരിയത്തിന്റെ +2 + 2 × -1 ചെയ്താൽ പോരെ? 2 - 2 എത്ര എന്ന് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് 3യും റിസൾട്ടന്റ് ടോട്ടൽ ചാർജ് 0യുമാണ്. 3യും 0യും വരുന്ന ഓപ്ഷൻ 4 ഉണ്ട് മക്കളെ. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് H+, കോൺസെൻട്രേഷൻ ഓഫ് H+ തരുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയാണെന്നാ തന്നേക്കുന്നത്? 2/3 × 10⁻⁻⁴ എന്നാ തന്നിരിക്കുന്നത്. ഓക്കെ ആണോ? pH കണ്ടുപിടിക്കാം. മക്കളെ pH, പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ, സോറൻസൺ എന്ന് പറയുന്ന ഒരാളല്ലേ കൊണ്ടുവന്നത്. pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ. അങ്ങനെ ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയാ? 2/3 × 10⁻⁻⁴. മക്കളെ ലോഗിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്താൽ എന്താ? ലോഗ് A × B എന്ന് വെച്ചാൽ ലോഗ് A + ലോഗ് B ആണ്. ഓക്കെ ആണോ? ലോഗ് A/B എന്ന് വെച്ചാൽ എന്തുവാ? ലോഗ് A - ലോഗ് B ആണ്. ഓക്കെ ആണോ? ലോഗ് A⁻B എന്ന് വെച്ചാൽ എന്തുവാ? B × ലോഗ് A ആണ്. ഈ ലോഗിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണോ? നമുക്ക് നോക്കാം. ലോഗ് ഈ മൈനസ് ഞാൻ കോമൺ ആയിട്ട് എടുത്തേ. ലോഗ് 2 + ലോഗ് 3 ലോഗ് 2 - ലോഗ് 3 അല്ലേ? -ലോഗ് 3 + ലോഗ് 10⁻⁻⁴ ചെയ്താൽ പോരെ? ഓക്കെ അല്ലേ? അതായത് മൈനസ് മക്കളെ ലോഗ് 2ന്റെ വാല്യൂ എത്രയാ? 0.3010 എന്ന് കിട്ടും. മൈനസ് ലോഗ് 3ന്റെ വാല്യൂ എത്രയാ? 0.4771 എന്നാ 0.47 അല്ലെ 0.4771 എന്ന മൊത്തം വാല്യൂ കേട്ടോ. ഈ ലോഗ് 10⁻⁻⁴ -4 × ലോഗ് 10. ലോഗ് 10ന്റെ വാല്യൂ 1 അല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയെന്നും കിട്ടും? -4 എന്നും കിട്ടും. ഓക്കെ ആണോ മക്കളെ? നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് -4.176 എന്ന് കിട്ടും. അതായത് pH എത്രയാ? 4.176 എന്നായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ ആണോ? 4.176 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓപ്ഷൻ 2ൽ കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? എളുപ്പമല്ലേ? ലോഗ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത നോക്കാം. Okay, if pure water has pKW 13.36 at 50 degrees Celsius, the pH of pure water will be. Okay മക്കളെ, പ്യുവർ വാട്ടറിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ അക്വസ് സൊല്യൂഷൻ്റെ കേസിലോ നമുക്ക് pH കണ്ടുപിടിക്കാൻ അറിയാം. pH =
PKW/2 അല്ലേ? PKW/2 എന്ന് എഴുതാം. ദാ PKWന്റെ വാല്യൂ എത്രയാ? 13.36 ആണല്ലോ, ഡിവൈഡഡ് ബൈ 2. 13.36 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയെന്ന് കിട്ടും? 6.68 എന്ന് കിട്ടും ഇല്ലേ? 6.68 എന്ന് കിട്ടും മക്കളെ. 6.68 എന്ന് നമുക്ക് ഓപ്ഷൻ 1 കാണാൻ പറ്റുന്നുണ്ട്. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കടാ, റിവ്യൂ ദ ഇക്വിലിബ്രിയം ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. HClO4 പ്ലസ് H2O റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. H3O പ്ലസ് ClO4 മൈനസ്. ഇതാണ് കാര്യം. ഓക്കെ, H3O പ്ലസ് ClO4 മൈനസ്. മക്കളെ ഇവിടെ ആരാണ്? ഇയാളാണ് H+നെ വിട്ടുകൊടുക്കുന്നത്. സോ ബ്രോൺസ്റ്റഡ് ലോഡി കൺസെപ്റ്റ് പ്രകാരം നമുക്ക് പറയാം ഇയാൾ ആസിഡ് ആണ്. H2O H+നെ വേടിക്കുവാണ്. സോ ഇയാൾ ബേസ് ആണ്. HClO4 H+നെ വിട്ടുകൊടുത്താൽ ബാക്കി എന്താ കിട്ടുന്നത്? ClO4 മൈനസ് അല്ലേ? അപ്പൊ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ്. ഈ തന്നിരിക്കുന്ന ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ്. H2O എന്ന് പറയുന്ന ആൾ H+നെ വേടിക്കാൻ നേരമല്ലേ H3O+ കിട്ടുന്നത്. സോ ഇയാളെ നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് എന്നും വിളിക്കാം. ഈ തന്നിരിക്കുന്ന ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണിത്. ഓക്കെ, ഈ തന്നിരിക്കുന്ന ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണിത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നോക്കാമല്ലോ. HClO4 ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് H2O. തെറ്റല്ലേ? ഓക്കെ ആണ്. H3O പ്ലസ് ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് H2O. അതും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം തെറ്റല്ലേ? തന്നിരിക്കുന്ന റിയാക്ഷൻ പ്രകാരം തെറ്റല്ലേ? H2O ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് H3O പ്ലസ്. H2O ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് H3O പ്ലസ്. മക്കളെ അതും തെറ്റാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ClO4 മൈനസ് ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് HClO4. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ 4 പറയാം. ClO4 മൈനസ് ഈസ് ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് HClO4 എന്നുള്ളത് പറയാം. കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ 4 സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് NH2 മൈനസ് ഈസ്. മക്കളെ നോക്കിക്കോ, NH2 മൈനസ് എന്ന് പറയുന്ന ഒരാള് ഒരു H+നെ വിട്ടുകൊടുക്കട്ടെ. H+നെ വിട്ടുകൊടുത്താൽ നമുക്ക് NH-2 പ്ലസ് H+ എന്ന് കിട്ടുമല്ലോ. NH-2 പ്ലസ് H+ എന്ന് കിട്ടും. അപ്പോൾ ഇയാൾ H+നെ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ഇത് ആസിഡ് അല്ലേ? ഈ ആസിഡ് H+നെ വിട്ടുകൊടുത്തപ്പോൾ നമുക്ക് ബാക്കി കിട്ടിയ ആളിനെ അല്ലേ നമ്മൾ കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മക്കളെ നമ്മളെ കോൺജുഗേറ്റ് ബേസ് ആരാ? NH2 മൈനസിന്റെ കോൺജുഗേറ്റ് ബേസ് ആരാ? NH-2 അല്ലേ? അപ്പൊ NH-2 മൈനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ 2 കാണാമല്ലോ. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഇക്വിലിബ്രിയം ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താ റിയാക്ഷൻ? CH3COOH ആരുമായിട്ട്? HFുമായിട്ട് കൂടിച്ചേരുന്നു. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ആരെയൊക്കെ കിട്ടും? CH3COOH2 പ്ലസിനെയും F- കിട്ടും. മക്കളെ ഇവിടെ പറയാം HF ആണ് H+നെ വിട്ടുകൊടുത്തത്. സോ ഇയാൾ ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് ആണ് H+നെ മേടിച്ചത്. സോ ഇയാൾ ബേസ് ആണ്. ഈ ബേസ് H+നെ മേടിച്ചതിന് ശേഷം കിട്ടിയാളിനെ നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് എന്ന് വിളിക്കാം. ഈ ആസിഡ് H+നെ വിട്ടുകൊടുത്തതിന് ശേഷം കിട്ടിയാളിനെ നമുക്ക് കോൺജുഗേറ്റ് ബേസ് എന്നും വിളിക്കാം. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ F- ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് CH3COOH. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. F- ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് H+. F- ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് H+ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. CH3COOH ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് CH3COOH2+. അത് തെറ്റല്ലേ? അത് തെറ്റാ. ഓക്കെ, തിരിച്ചാ വരേണ്ടത്. CH3COOH2 പ്ലസ് ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് CH3COOH. അതും തെറ്റല്ലേ? തിരിച്ചല്ലേ വരണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് പറയാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? F- ഈസ് ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് HF. HF എന്ന് പറയുന്ന ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് F-. അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മക്കളെ അത് നമുക്ക് ഓപ്ഷൻ 2 കാണാൻ പറ്റും. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ?